9 അറഫ ദിവസം വളരെ പവിത്രമായ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദിവസമാണ് അറഫന്റെ ദിവസം എന്നുള്ളത്. നമുക്ക് എന്നാണോ ദുൽഹിജ്ജ നമ്മുടെ നാട്ടിലെ കാളിമാരും ഉസ്താദുമാരും ദുൽഹിജ്ജ 9 പ്രഖ്യാപിച്ചിട്ടുള്ളത്, അന്നാണ് നമുക്ക് അറഫയായിട്ട് വരുന്നത്. മക്കയില് അറഫ ആണോ എന്നാണോ അന്ന് അടിസ്ഥാനമാക്കിയിട്ടല്ല, ആ ദിവസം അടിസ്ഥാനമാക്കിയിട്ടല്ല ഓരോ നാട്ടിലും അറഫ ഉള്ളത്. ഓരോരോ നാട്ടിലും മാസം കാണുന്നതിനനുസരിച്ച് എന്നാണോ ദുൽഹിജ്ജ 9 പറയുന്നത്, അന്നാണ് ആ നാട്ടിലെ അറഫയായി പരിഗണിക്കുന്നത്. ഏതായാലും അറഫ ദിവസം നോമ്പ് നോൽക്കൽ വളരെ പുണ്യകർമ്മമുള്ള കാര്യമാണ്. അത് മുഅക്കദായ സുന്നത്താണ്. അങ്ങനെ അറഫ ദിവസം ആരെങ്കിലും നോമ്പ് നോൽക്കുകയാണെങ്കിൽ 1 വർഷം വരെ ജീവിച്ചിരിക്കുമെന്നും അതുപോലെ തന്നെ അവന്റെ 1 വർഷത്തെ പാപങ്ങൾ വരെ പൊറുക്കപ്പെടുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദിവസമാണ് അറഫ ദിവസം എന്നുള്ളത്. അറഫ ദിവസത്തെ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദിവസമാണ് അറഫ ദിവസം എന്നുള്ളത്. അതുപോലെ തന്നെ അറഫ ദിവസം ആരെങ്കിലും 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു ഓതി അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് അൽഫ മറത്തിൻ യൗമ അറഫ ഉഅതിയ മാ സഅല. ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് 1000 തവണ ഓതിയിട്ട് അല്ലാഹു തആല ചോദിച്ചാൽ അവനക്ക് ആ ചോദിച്ച കാര്യം കിട്ടുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഒട്ടുമിക്ക ഫിഖ്ഹിന്റെ കിതാബുകളിലും തുഹ്ഫ, നിഹായ, മുഗ്നി, മൗഹിബ പോലെയുള്ള ശാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചത് കാണാൻ കഴിയും. അങ്ങനെ ചോദിക്കലും ദുആ ചെയ്യലും സുന്നത്താണ്. വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അറഫ ദിവസം എന്നുള്ളത്. ആ ദിവസത്തിലെ നോമ്പ് നഷ്ടപ്പെടുത്താതിരിക്കുക.